മരിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും കാണും. ഈ ഭൂമിയിൽ ചിന്ന് ഞാൻ മരിക്കാം, നിങ്ങൾ മരിക്കാം. എന്നാൽ ഇവിടം കൊണ്ട് ഈ പ്രസംഗം തീർന്നില്ല. മരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മുഖാമുഖം കാണും. അന്ന് നിങ്ങൾ അറിയും ഒരു ഉപദേശി അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ നിങ്ങളെ എത്ര സ്നേഹിച്ചിട്ടാണ് നിങ്ങളുടെ വീട്ടുവാതിൽക്ക് വന്ന് പ്രസംഗിച്ചതെന്ന്, എത്ര സ്നേഹിച്ചിട്ടാണ് നിങ്ങളുടെ വീടുകളിൽ വന്നൊരു ട്രാക്ട് തന്നെന്ന്. പലപ്പോഴും നിങ്ങൾ വീടിന്റെ വാതിൽ കൊട്ടിയടച്ചവരാണ്. എന്നെ കേൾക്കുന്ന ചിലര് സുവിശേഷകന്മാരുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചവരാണ്. പക്ഷെ ദൈവം അതും കണക്കിടാതെ ക്ഷമിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ മാത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഞങ്ങൾ ഒരുവനെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ അയച്ച ക്രിസ്തുവിനെ തള്ളിക്കളയുന്നു. ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവൻ അവനെ അയച്ച പിതാവായിരിക്കുന്ന ദൈവത്തെ തള്ളിക്കളയുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷകന്മാരെ തള്ളല്ലേ. നിങ്ങളുടെ ഇത് പൈസ പിരിക്കാൻ വന്നവരല്ല പ്രിയപ്പെട്ടവര്. ഞങ്ങള് നിങ്ങളുടെ ആത്മാക്കള് നിത്യ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ള കഠിനമായിരിക്കുന്ന വേദന കൊണ്ട് മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഞങ്ങൾ എന്താണ് ഉപയോഗപ്പെടുത്തി തരിക മാത്രമാണ് ചെയ്യുന്നത്. ആകയാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറണം, നിങ്ങൾക്കൊരു പാപമോചനം ലഭിക്കണം. അവിടെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം അത് നൽകി തരുവാൻ തക്കവണ്ണം തയ്യാറുമാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.